ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് എന്ന് പറയട്ടെ, ഇത് ഞാൻ കുറച്ച് മുൻപേ എടുത്തു വെച്ചൊരു വീഡിയോ ആയിരുന്നേ. എന്തുകൊണ്ടോ എനിക്കിത് പബ്ലിഷ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്തുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ മിസ്സായിട്ടുണ്ട്. അതുകൊണ്ട് വളരെ കുറച്ച് ലെങ്ത് ഇന്നത്തെ വീഡിയോയിലുണ്ടാവും. അപ്പോൾ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഞങ്ങൾ പുറത്ത് പോകാൻ ഓട്ടോനെ വെയിറ്റ് ചെയ്യായിരുന്നു. ഡ്രൈവിംഗ് ഒന്നും അറിയാത്തതുകൊണ്ട് ഓട്ടോക്കാരനെ തന്നെ ആശ്രയിക്കേണ്ടി വരും. പഠിച്ചാൽ മതിയായിരുന്നു എന്ന് ഇപ്പോൾ തോന്നുന്നു. അപ്പോൾ ഓട്ടോക്കാരൻ അമ്മ ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. രാവിലെ തന്നെ അമ്പലത്തിലേക്കാണ് പോകുന്നത് എവിടെയാണെന്ന് വെച്ചാൽ അണ്ടല്ലൂർ കാവിൽ, തലശ്ശേരി അണ്ടല്ലൂർ കാവിലാണ് പോകുന്നത്. മോളെ ഒരു നേർച്ച അവിടെ കൊടുക്കാനുണ്ടായിരുന്നു. അണ്ടല്ലൂർ കാവ് എന്ന് പറയുന്നത് ഭയങ്കര തിരക്കുള്ള സ്ഥലമാണ്. രാത്രി അവിടെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വണ്ടി കിട്ടില്ല തിരിച്ചു വരാൻ. അതുകൊണ്ട് അധികം തിരക്കില്ലാത്ത സമയം നോക്കി പോകുന്നതാണ്. അപ്പോൾ ഓട്ടോയിലൊക്കെ കയറി ഹൈവേ വഴിയായതുകൊണ്ട് പെട്ടെന്ന് തന്നെ എത്തും. അണ്ടല്ലൂർ കാവ് എന്ന് പറയുന്നത് കണ്ണൂരിലുള്ള ശ്രീരാമൻ്റെ വലിയൊരു ക്ഷേത്രമാണ്. എനിക്കറിയില്ല ഇതേപോലെ കെട്ടിയാടുന്ന ശ്രീരാമൻ്റെ വേറൊരു ക്ഷേത്രം ഉണ്ടോ കണ്ണൂരെന്ന്. ഇവിടുത്തെ പ്രധാന ദൈവം എന്ന് പറയുന്നത് ദൈവത്താറ്. 4 ദേശക്കാരുടെ തറയാണ് അണ്ടല്ലൂർ കാവിലെ തറ എന്ന് പറയുന്നത്. അത്രയും വ്രതശുദ്ധിയോടുകൂടി ചെയ്യുന്നതാണ് അവർ. മെയ്യാലൂടലൊക്കെ പലരുടെയും വീഡിയോസ് യൂട്യൂബിൽ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന കുഞ്ഞു ഭാഗങ്ങളെ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ പോകുമ്പോഴുള്ള കുറച്ച് കാഴ്ചകളും ഹൈവേ വഴിയായതുകൊണ്ട് നല്ല ഭംഗിയാണ് കാണാൻ. പോകുമ്പോഴുള്ള കുഞ്ഞു ക്ലിപ്സൊക്കെ ഇതിൻ്റെ അകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ആ സ്ഥലത്തുള്ള ഒരു സ്കൂളിലാണ് ഞാൻ പഠിച്ചതും. +2 ഞാൻ ഇവിടെയാണ്, പാലയാട് സ്കൂളാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ ഇതാണ് കേട്ടോ കാവ്, അണ്ടല്ലൂർ കാവ് എന്ന് പറയുന്നത്. ഫ്രണ്ട് വ്യൂ ഇങ്ങനെയൊക്കെയാണ്. പിന്നെ ക്യാമറ അധികം ഉള്ളിലേക്ക് ഞാൻ കൊണ്ടുപോയില്ല. അവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് ക്യാമറ അലൗഡ് അല്ലാന്ന്. കുറച്ച് ഭാഗങ്ങളിൽ മാത്രം ഞാൻ ഷൂട്ട് ചെയ്ത്. അപ്പോൾ പ്രധാനമായിട്ട് ഇവിടെ വന്നത്, ഇവിടെ ഒരു പ്രതിമ, അമ്മയും കുഞ്ഞിൻ്റെയും ഒരു പ്രതിമ ഇവിടെ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അമ്മ അത് വാങ്ങാൻ കാത്തുമ്പോൾ ഇവിടെ എന്തോ ഒരു തെയ്യം കെട്ടിയാടുന്നുണ്ട്. എന്താ തെയ്യമെന്ന് എനിക്കറിയില്ല, പേരെനിക്കറിയില്ല. അപ്പോൾ കുറച്ച് സമയം ഞാനും മോളും അവിടെ നിന്നു, തെയ്യം കണ്ടു. അമ്മ അവിടെ ക്യൂവിൽ വെള്ളീൻ്റെ പ്രതിമ വാങ്ങിയിട്ട് ദൈവത്താറിൻ്റെ കയ്യിൽ കൊടുക്കാൻ എന്തായാലും പറ്റില്ല, അത്രയും തിരക്കായിരിക്കും. അപ്പോൾ ഇവിടെ ക്ഷേത്രത്തിലുള്ള ഭണ്ണാരത്തിൽ ഇട്ടോളൂ എന്ന് അവിടുത്തെ പൂജാരിയാണ് പറഞ്ഞത്. അപ്പം ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അമ്മയും കുഞ്ഞിനെയായിരുന്നു ഞങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അങ്ങനെ ഒരു പ്രതിമ അവിടെ ഇല്ല. അപ്പോൾ തൊട്ടിലും കുട്ടിയാണ് അവിടെ ഞങ്ങൾ കൊടുത്തിട്ട് വന്നത്. അപ്പോൾ അമ്പലത്തിലെ ഭണ്ണാരത്തിൽ അതൊക്കെ ഇട്ടിട്ട് പിന്നെ മോൾക്ക് കുറച്ച് ടോയ്സ് വാങ്ങാമെന്ന് വിചാരിച്ചു. അവൾക്ക് ഈ കുഞ്ഞി കാറാണ് ഇഷ്ടപ്പെട്ടത്. പിന്നെ ഒരു കുഞ്ഞ് ബോളും കൂടി വാങ്ങിയിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് രാവിലെ ഉപ്മാവും ചായയൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ദൈവത്താനെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ദൈവത്താർ ഈശ്വരെ, ഇവിടുത്തെ പ്രധാന മൂർത്തി. രാത്രി വരെ കാത്തു നിൽക്കാൻ പറ്റില്ല, കാണാനും പറ്റില്ല, അത്രയും തിരക്കായിരിക്കും ഇവിടെ. ഞാൻ പറഞ്ഞല്ലോ, ബാക്കി വീഡിയോസ് എല്ലാം എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട്. ഇത്രയും കണ്ട് സഹകരിച്ച നിങ്ങൾക്ക് ഒരുപാട് താങ്ക്സ്.